നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞോ. ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ ഞാനും ജമ്മിയും കൂടി അവിടെ ഉള്ളത് അറിയാം, എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലാട്ടോ. വലിയ ആങ്ങളുടെ വീട്ടിലല്ലേ, എൻ്റെ വലിയ അമ്മോൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയ അമ്മോൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മളെ പെരുന്നാൾ സൽക്കാരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവരും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തതിനു ഉമ്മ പിന്നെ ഉമ്മക്ക് എല്ലാവർക്കും പോത്തിറച്ചിടുന്ന തിരക്കല്ലേ. ഒന്നാരും മക്കൾ ആരെങ്കിലും അവനാരും പരിധി പോയോ? ആരും പോരില്ല. അപ്പോൾ പോത്തിറച്ചിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവരും നന്നാക്കാനൊക്കെ ഇരുന്നു. പിറ്റേന്ന് ആരും ഇങ്ങോട്ട് പോന്നിട്ടില്ല വിരുന്നിന്. പിന്നെ അമ്മമ്മ ഇവിടെ ഉണ്ടായില്ല, അമ്മമ്മ മകളോടക്ക് വിരുന്നു പോയിന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഉമ്മമ്മയൊക്കെ വന്നിട്ട് ഞങ്ങളും ഉണ്ടായില്ല. പിന്നെ എൻ്റെ അഞ്ചത്തിന് മാപ്പിളയും വരാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തക്കാരം ഏതായാലും നീട്ടിയത് നന്നായിട്ടോ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കാനായിട്ടോ. അപ്പോൾ മാഷാഅല്ലാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു മരിയോൻ്റെ ഒരു കുറവുണ്ട്, ഓൻ എത്തിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു വലിയ മകൻ, ഓന് ഗൾഫിലും ആണ് കേട്ടോ. ഓനും കൂടി വന്നിട്ട് വേണം കാത്തിക്കാൻ പറ്റില്ലല്ലോ. ഓൻ ഗൾഫൊക്കെ ഇപ്പടുത്ത് പോയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും കണ്ട് സന്തോഷമാണല്ലോ നമ്മളെല്ലാവരും ഒത്തുകൂടുകയെന്ന് വെച്ചാൽ. ഒന്ന് ഇപ്പാൻ്റെ ആണ്ടിന് അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും തക്കാര പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുള്ളൂ. അങ്ങനെ ഒന്ന് കൂടിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരാളെയും കൂടി കിട്ടിയിട്ടോ. ഇത് അമ്മാവിനൊന്ന് പൂള പറിച്ചിട്ടുണ്ടായിരുന്നു. പൂളനെ കാണുന്നുണ്ടടി? അതാണ് കേട്ടോ പൂള. ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാതിട്ട്. മാഷാഅല്ലാ, അതിന് വലിപ്പം നോക്കിയൊക്കെ ഇനി ഇതുപോലത്തെ നല്ല നല്ല കേങ്ങുകൾ ഉണ്ടാകട്ടെ, ആമീൻ. അതിപ്പോൾ ഞങ്ങൾ ഈ കേങ്ങിനെ ഒന്ന് വീഡിയോ എടുക്കാൻ എഴുതിക്കാണ്ട് വന്നതാണ് കേട്ടോ. അമ്മക്കൊക്കെ എടുത്തു വെച്ചത് എനിക്ക് എങ്ങനെ ഒന്നും കാട്ടാറില്ല. നിങ്ങൾക്കും കൂടി അങ്ങ് കാണിച്ചു തരാമെന്ന് എഴുതിയത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മളെ കേക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഇനി നമ്മൾ ചോറുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി വീഡിയോക്ക് വന്നോളി. എല്ലാവരും ചോറുന്നതും ഇന്ന് എന്താണ് ഓല് ഉണ്ടാക്കിയെന്നില്ലതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നല്ല അടിപൊളി ചോറാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തെല്ലാം അവിടുത്തെ സ്ഥിതിഗതികൾ. വലിയ അമ്മോൻ്റെ പേര. അപ്പം ഞങ്ങൾ ഇവിടേക്കൊന്ന് വന്നതാണ്. ആ പൂളക്കേങ്ങിൻ്റെ രസം കണ്ടിട്ടൊന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്പൈഡർമാൻ ഇരിക്കുന്നു. ഇതാരതാ മോളെ? ഇതാരതാ സ്പൈഡർമാൻ? ആണിൻ്റെ കീ ഇത് അമ്മോൻ്റെ കുട്ടീൻ്റെ വണ്ടിയാട്ടോ. പക്ഷെ മോളെ നിങ്ങളെപ്പോഴാ വന്നേ? നേരത്തെ വന്നിക്കണോ നിങ്ങൾ? അതിൻ്റെ അമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകളെ കുട്ടി, അത് അമ്മോൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് നിന്ന് അങ്ങോട്ട് വരിക, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം കയറിയിരിക്കാം. പരിപാടി അവിടെയാണ് കേട്ടോ, ചെറിയ അമ്മോൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ വന്നേ. ആ പൂള ഉണ്ട് കാരണം ആ പൂളനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ കൂട്ടുകാർ, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച ചെമ്പ് തട്ടോ. ചെമ്പിൻ്റെ മേലെ നല്ല ഒലക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കനത്തിന് വെച്ചതാണ് ഇത്ര പോലും. ഇന്ന് എന്ത് ചോറാ വെച്ചിക്കണമെന്ന് ചോദിച്ചിട്ട് പോലൊന്നും പറഞ്ഞില്ല. എന്താന്നില്ല ഇപ്പോൾ കാണാൻ കേട്ടോ. അങ്ങനെ ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുക. ഇന്നിപ്പോൾ എന്താ പോലും സാധാരണ മന്തി ബിരിയാണിയൊക്കെ വെക്കലുണ്ട്. കാരണം ഇന്ന് ഏതാന്നില്ലതൊക്കെ ഒന്ന് കാണിച്ചത്. അപ്പോൾ ഞാൻ കരുതി അടുക്കളൊക്കെ ഒന്ന് കാണിച്ചത്. ഇത് അമ്മായിക്ക് ഇപ്പോൾ അടുക്കള ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അമ്മോന് പുതിയൊരു അടുക്കള കേട്ടോ. മാഷാഅല്ലാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഇപ്പോൾ നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മറ്റേ ചെറിയൊരു അടുക്കളയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മരിയോളൊക്കെ വരാനായിക്കണേ, പെണ്ണെട്ടാനായിക്കണം കേട്ടോ മകന്. മാഷാഅല്ലാ, നല്ലൊരു കുട്ടീനൊക്കെ കിട്ടട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ അടുക്കള എനിക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ടോ. നല്ല വലുപ്പമുള്ളൊരു അടുക്കള. പുറത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതൊക്കെ വെക്കാൻ പറ്റിയൊരു റാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും അടിപൊളിയാണ്. അതേപോലെ താഴെയും കുറേ ബോക്സ് ഇങ്ങനെ നമുക്ക് കബോർഡായിട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്യാസ് വെക്കാൻ വേറെ സ്ഥലം തന്നെ മേശ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ നമ്മളെ ഇക്കയും കുട്ടികളും കണ്ടോ പാത്തും നീച്ചുക്കാൻ്റെ മടിയിൽ നിന്ന് നീച്ചൂല. ഇത് ഉമ്മമാൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയട്ടോ ഓലെ. അങ്ങനെ ഉമ്മ അതാ കുട്ടീനെ കൊണ്ട് വന്നു. പെണ്ണയച്ചു ചെറിയ കുട്ടീനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓളിങ്ങനെ നോക്കുന്ന ഓളമ്മല്ലേ, ഉമ്മമ്മ ഓളത് മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓളാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കേട്ടോ. എനിക്ക് കുട്ടീനെ കിട്ടിയെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഓളെ മുഖത്തിനൊക്കെ ഒരു മാറ്റമെല്ലാം വന്നു കേട്ടോ. അങ്ങനെ നോക്കും. പിന്നെ ഓളെപ്പാൻ്റെ മടിയില്ലാത്തതുകൊണ്ട് ഓൾക്ക് വലിയ തിരക്കടൊന്നും തോന്നിയില്ല കേട്ടോ. ഇതിൻ്റെ അമ്മോൻ്റെ വലിയ മകൻ്റെ കുട്ടിയാണ് കേട്ടോ ഗേസ്. ഇതിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ്, കുഞ്ഞാമ്മൻ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ വീണ്ടും നമ്മളെ ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ടായില്ലല്ലോ നേരത്തെ. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഓല് പറഞ്ഞു തന്നതുമില്ല. എന്താന്നില്ല ഇപ്പോൾ കാണാൻ തന്നെ. അപ്പം നിങ്ങളും കണ്ടോളൂ, എന്താന്നില്ല നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നോളൂ. ഇന്നെന്താ ഇപ്പോൾ വെക്കാൻ കാരണം എന്നറിയോ? എന്നെ പെരുന്നാൾക്ക് ആരും ഇവിടെ ഉണ്ടായില്ല. ആരും ഉണ്ടായില്ല മീൻസ് ഞങ്ങളെ വടകര ആയിരുന്നു. ഉമ്മമാൻ്റെ മകളോടക്ക് വിരുന്നു പോയിനു.
പിന്നെ അങ്ങനെ എല്ലാവരും വിരുന്നോക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ആർക്കും ഒഴിവുണ്ടായില്ല. പിന്നെ വലിയ പെരുന്നാളല്ലേ, വലിയ പെരുന്നാൾക്ക് ആർക്കും വല്ലാതെ പോരാൻ പൂതിയൊന്നും ഉണ്ടാവില്ല. ഇറച്ചി കിട്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ പെരിയിൽ. അങ്ങനെ നോക്കിയപ്പോൾ മന്തിയാണ് കേട്ടോ. മന്തി അത് അത്യാവശ്യം തെറ്റില്ല. മന്തി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ. ഉച്ചക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ബാക്കൊക്കെ ആയതാണ്. എനിക്ക് കല്ലും മുള്ളും നെല്ലൊക്കെ ഉള്ളതുകൊണ്ടേ മന്തി കഴിച്ചാൽ അങ്ങ് കുറഞ്ഞതാണ് കേട്ടോ. എന്നാലും വേണ്ടില്ല, നല്ല സെറ്റാക്കിയിട്ട് എൻ്റെ കുഞ്ഞാമ്മയാണ് കേട്ടോ വളമ്പണ, ചെറിയ കുഞ്ഞാമ്മനെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഓൾക്ക് വലിയ ഡിമാൻഡ് ആയിക്കണം. എന്നാലും അവൾ വല്ലാതെ ഒന്നും കാണിച്ചണില്ല എന്ന് കരുതിയിട്ടാണ്. അറിഞ്ഞ ആരെയും കാണിച്ചില്ല, എന്നാൽ അറിയാതെ പെട്ടുപോയാൽ അങ്ങ് പെട്ടിട്ടുണ്ടാവും കേട്ടോ. മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പം ഇനി ഇവിടെ വരാനൊരാളും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഒന്ന് ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകളെ മാപ്പിളയും വരാനുണ്ട്, ഇഞ്ച അനുസത്തി മാപ്പിളയും വരാനുണ്ട് കേട്ടോ. ഓലെ എത്തിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറുന്നാൻ വിശന്നിട്ടുണ്ടാവുമല്ലോ എഴുതിയിട്ടാണ് വിളമ്പിയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോഴത്തേനും എല്ലാവരും എത്തുകയും ചെയ്യുമല്ലോ പറഞ്ഞാണ്ട് അങ്ങനെ ചൂടോടെ വിളമ്പുന്നുണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് മിക്സ് ആക്കണമല്ലോ, എന്നാലല്ലേ മഞ്ഞയും ചുവപ്പും കളറൊക്കെ വരും. പിന്നെ ഇതിൽ ചുവപ്പ് കളർ ആഡ് ചെയ്തിട്ടിട്ടില്ല കേട്ടോ. എല്ലാവരും കളർ അപ്പം ഇവിടെ ഉണ്ടായില്ല, മറ്റേ പരിയിലേന് എടുക്കാൻ പോയതും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏതായാലും മന്തിക്ക് ഇപ്പോൾ കളർ വേണമെന്നൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഇപ്പോൾ ഇതാ മേശമ്മ കൊടുന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മന്തിയും തൂമും പിന്നെ എന്താ സോപ്പ് സോസും വെള്ള സോസൊക്കെ ഉണ്ട്. അങ്ങനെ പറയാം നമുക്ക്. മൈസൂർ പായം ഇതിപ്പോൾ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മാപ്പിള വന്നപ്പോൾ കൊടുന്ന കേട്ടോ. മൈസൂർ പായം സ്പെഷ്യലാക്കിയിട്ട് പണ്ടേ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ബിരിയാണി കഴിച്ചാൽ ഇവിടെ പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇന്നും പഴം ഉണ്ട് കേട്ടോ. അതിനിപ്പോൾ ഇതാ നല്ല അടിപൊളിയായി ബീഫ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ പാടേണ്ടി ഇരുന്നതാട്ടോ. ഇല്ല ചെറുക്കന്മാരൊക്കെ പാടെ ഇരുന്നത്. ഇത് അമ്മൂൻ്റെ മക്കളും ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മക്കളും പിന്നെ എൻ്റെ മാപ്പിളയും അയാളാപ്പാരുമാണ് കേട്ടോ. അതിൽ ഒരാളാപ്പ വന്നിട്ടില്ല, ഒരാളാപ്പ എൻ്റെ മരുവനും വന്നിട്ടില്ല. ഇതിലിപ്പോൾ എല്ലാവരും ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ. അമ്മൂമാർ രണ്ടാളും ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇല്ല സ്ഥലത്ത് കുട്ടികൾക്ക് വിശക്കണോലൊക്കെ ഉണ്ട് ഇരുന്നോട്ടാണ്. അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ എടുത്തപ്പോൾ കജ്ജും കാലൊക്കെ കാണിച്ചു തരാനുണ്ടോ. ഞാൻ ഏതായാലും എടുത്ത് പോയല്ലോ, എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ട്. ആ പിശമോൾ കൊണ്ട് ആയെല്ലാം പറഞ്ഞ പിശമോൾ ആയെല്ലാം തന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അഞ്ചത്തി മാപ്പിളയും വരുന്നുണ്ട്. അങ്ങനെ ഓലതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനി അറിയുന്നുണ്ട്, ക്യാമറമാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് അറിയുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വലിയ അമ്മോന് കേട്ടോ. വലിയ അമ്മോനും എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചാനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിന്, അതുകൊണ്ട് അവരങ്ങ് സ്വീകരിച്ച് അങ്ങനെ. അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു പൂള ഉണ്ടല്ലോ അവിടെ, പൂളനെ കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. പൂളനെ ഗംഭീര പൂളയാണ് കേട്ടോ. അല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ പൂള. ഇത് അമ്മവും കുഴിച്ചിട്ടതാണ് കേട്ടോ. അമ്മവും കുഴിച്ചിട്ട് ഇപ്പോൾ വലുതാണ്. അപ്പോൾ ഒരു പൊട്ടിച്ചതൊന്നുമില്ല, ഞാൻ വരുന്നുണ്ടായിരുന്നിട്ട് അവിടെ എടുത്തേച്ച്. അപ്പോൾ നിങ്ങൾക്കും കൂടി അങ്ങ് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, വലിയ പൂളയാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ പുറത്തു കൂടിയൊക്കെ ഒന്ന് കറങ്ങി. ഇതൊക്കെ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ പാടൊക്കെ ചുറ്റിക്കറന്ന് പറന്ന് കളിച്ചിരുന്ന സമയമല്ലേ ഇല്ലേ. ഇപ്പോഴല്ലേ നമുക്ക് അവിടേക്ക് പോകാൻ തന്നെ സമയം കിട്ടാത്തത്. കുട്ടികളും മക്കളും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയാലും ആർക്കും പിന്നെ അങ്ങനെ വല്ലാതെ പോകാൻ അങ്ങ് സമയം കിട്ടുമല്ലോ. ഇതാണ് അമ്മോൻ്റെ വലിയ അമ്മോൻ്റെ പേര കേട്ടോ. ഫുള്ളായിട്ടൊന്നും ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ചെറിയ അമ്മോൻ്റെതാണെങ്കിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ പേര. ഞാൻ ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നമ്മൾ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അറിയിച്ചു തരാമെന്ന് കരുതിയിട്ട് കേട്ടോ. അതിപ്പോൾ ഇതാ ചക്കയൊക്കെ ഉണ്ട് പിലാവ് മാഷാള്ള. അങ്ങനെ ഇതാ ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ മകളാണ് കേട്ടോ. അവരൊക്കെ എത്തിക്കുന്നു. ഞാൻ അപ്പോൾ അവളോട് ചോദിച്ചു, ഞാൻ ഇതുവരെ റീൽസൊക്കെ എടുക്കുക എഞ്ച എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ അവളവിടെ കളിച്ചതാണ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അമ്മായിക്ക് ഇതാ അടുക്കള മാത്രമൊന്നുമല്ല അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ബാത്റൂം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തിരുമ്പാങ്കല്ലൊക്കെ പുതിയ തിരുമ്പാങ്കല്ലൊക്കെ വാങ്ങിക്കുന്നു മോളെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, തിരുമ്പാങ്കല് സൂപ്പറായിട്ടുണ്ട്. അതിന് ശേഷം ഇതാ സിഞ്ചു, ഇത് ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകനാണ് കേട്ടോ. ഓൻ നല്ല പപ്പായ കുത്തലാണ് കേട്ടോ. ഓനിവിടെ കിട്ടിയ ചാൻസ് മുതലാക്കുക, വരുമ്പോഴല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എഴുതി കണ്ടേ. നല്ല പപ്പായ എല്ലാം പറിച്ചു കൊടുക്കണം കേട്ടോ. ഒപ്പം കൂടെ ഉള്ളത് ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകളെ കുട്ടീൻ്റെ മാപ്പിളയാണ് കേട്ടോ. അപ്പോൾ ഓല് രണ്ടാളും കൂടി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് സിഞ്ചു കോലെടുക്കലും കുത്തലും കഴിഞ്ഞിട്ടോ. നല്ല പപ്പായ മൂത്തുക്കാരാണ്, നല്ല മൂത്തുക്ക. അതിന് ശേഷം ഞാൻ അടുക്കളൻ്റെ ഭാഗത്തേക്കൊക്കെ ഉമ്മ ഐസ്ക്രീം കുടിച്ച് കാണിച്ചു തരാം കേട്ടോ. മഴ അയച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് അയച്ചു. ഉമ്മാക്ക് പിന്നെ ഒരു സ്വഭാവം കേട്ടോ. ഉമ്മാക്ക് എന്ത് കിട്ടിയാലും ഉമ്മ അങ്ങനെ വല്ലാതെ അങ്ങ് തിന്നൂല. മക്കൾക്ക് കിട്ടിക്കണോ നോക്കിയിട്ട് ഉമ്മ തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ എനിക്ക് കാണിച്ചു തരാം, എനിക്ക് കിട്ടിക്കണോ എനിക്ക് കിട്ടിയില്ല. ആദ്യമേ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അഞ്ചത്തി ഇങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു തോണ്ടൽ ഓൾക്ക് തരാനൊരു പൂതി. അങ്ങനെ ഞാനും വായ കാണിച്ചു കേട്ടോ. ഒരു തോണ്ടൽ ഐസ്ക്രീം എനിക്കും കിട്ടിയിട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു പാക്ക് ഐസ്ക്രീം ഒരു കൂട് കഴിഞ്ഞിക്കൂടാണ്. രണ്ടാമത്തെ കൂട് അമ്മവും പൊളിച്ചിട്ടുണ്ട്. എന്താ അപ്പം എന്നറിയില്ല, ഐസ്ക്രീമൊക്കെ തോനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും അല്ലേ നമുക്ക് രണ്ടെണ്ണം തിന്നാന്ന് കരുതിട്ടോ. അപ്പോഴാണ് ഓർത്തത് കല്ലിന് രണ്ടെണ്ണം പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ ഒന്നങ്ങ് കഴിച്ചിട്ടോ. അങ്ങനെ ഞാൻ നിച്ചുകുട്ടനും വന്ന് കണ്ട ഇന്നും മാന്തരട്ടോ. നിച്ചുവിനെന്ന് ഇനി കണക്കാക്കാരം, നല്ല ജലദോഷം ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. എന്നാലും ഓൻ ഐസ്ക്രീം മാന്തി പോയി. ഐസ്ക്രീം കണ്ടാൽ പിന്നെ ജലദോഷം പനിയൊക്കെ അങ്ങ് മറക്കല്ലേ അല്ലേ. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ കുട്ടികളും തിന്നാൻ വേണ്ടിയിട്ട് തിരക്കൂടുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇത് നല്ല ചർച്ച നടക്കുന്നുണ്ട് പൊന്നാര മക്കളെ. ഇവിടെ എന്തിൻ്റെ ചർച്ചയും നടക്കണത് അറിയാം, ടൂറ് പോവല്ലേ
പെരുന്നാൾ സൽക്കാരം കഴിഞ്ഞാൽ പോലെ എവിടേക്കെങ്കിലും ടൂറ് കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പെരുന്നാൾക്ക് എവിടേക്കാ പോകുകയെന്ന് വെച്ച് കണ്ട് അമ്മായി സ്വീപ്പാക്കിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്നാൽ എവിടെയെങ്കിലും ഒരു സ്ഥലം തീരുമാനിച്ചാറങ്ങാണ്ട്. അപ്പോൾ ഓനെന്താ ചെയ്യണ ഒരു പേപ്പറും കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് എഴുതുന്ന കേട്ടോ. അപ്പം ഞാൻ തൊട്ട് പിറകിൽ ഒരാളിങ്ങനെ നിൽക്കണ പോലെ തോന്നി. അപ്പോൾ ആരാന്നില്ല നിങ്ങൾക്കും കൂടി എനിക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മാപ്പിളയാണ് കേട്ടോ, രണ്ടാമത്തെ അഞ്ചത്തിൻ്റെ മാപ്പിള കേട്ടോ. അപ്പോൾ അവരെയും കൂടി ഇന്ത്യകളാണ്. അപ്പോൾ അപ്പുറത്ത് തന്നെ എൻ്റെ കുഞ്ഞാമ്മയുണ്ട്, കുഞ്ഞാമ്മ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞാമ്മ കേട്ടോ, ഉമ്മാൻ്റെ അഞ്ചത്തി. അപ്പോൾ ഇവർ രണ്ടാളായിട്ട് ഞാൻ ചെറുപ്പത്തിൽ കുറേ കാലം പോയി നിന്നിട്ടൊക്കെ ഉണ്ട്. കുറേ കാലമല്ല, ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി എവിടേക്കാ പോകേണ്ടതെന്നില്ല ആലോചിച്ച് പേര് സ്ഥലമൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ഇനി എവിടേക്കാ പേര് സ്ഥലം എന്നില്ലൊക്കെ നമുക്ക് വയ്യെ കാണാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ എഴുതിയ സ്ഥലങ്ങൾ എവിടേക്കാന്നില്ലതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഗംഭീര ചർച്ച. ഇത് ഓൾറെഡി സൗണ്ടിൽ കേൾക്കണമെങ്കിൽ നല്ല രസമാണ് കേട്ടോ, പല അഭിപ്രായങ്ങളും വരും. അപ്പോൾ ഞാൻ എല്ലാവരുടെ സൗണ്ടും കേട്ടിട്ട് ഇനി ഓൽക്ക് മടി വരണ്ടായിരുന്നു, കാരണം ഞാൻ എൻ്റെ സൗണ്ട് തന്നെ കിട്ടുക കേട്ടോ. അത് ഓളെ ഞാൻ കാണിച്ചു തരുതെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ഓളെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓൾക്ക് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം, അല്ല അപ്പം എന്താ ചെയ്യുക. അങ്ങനെ ഇത് വലിയ അമ്മോൻ്റെ ഒരു കറുത്ത കുപ്പായം വലിയ അമ്മോൻ്റെ ചെക്കനാണ്. രണ്ടാമത്തെ ബാക്കിൽ നിൽക്കുന്നത് ഇഞ്ച അമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകനാണ് കേട്ടോ. ഇതിഞ്ച ചെറിയ അമ്മോൻ്റെ ചെറിയ കുട്ടിയല്ല, അതിൻ്റെ മേലത്തെ കുട്ടി രണ്ടാമത്തെ ചെക്കനാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര ചർച്ചയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിങ്ങനെ വർത്താനം പറയും ചിരിച്ചൊക്കെ ആകുമ്പോൾ നല്ല രസമല്ല ഇതാണല്ലോ അല്ലേ. എന്നും നമ്മൾ ഒറ്റയ്ക്കല്ലേ പരിയില്ലേ, എപ്പോഴെങ്കിലും അല്ലേ എല്ലാവരും കൂടിയും കൂടുള്ളൂ. അങ്ങനെ ഞാൻ പറയും ഇവിടെ തന്നാൽ നിങ്ങളെ ലിസ്റ്റ് ഞാനൊന്ന് നോക്കി നോക്കട്ടെ. പഠിച്ചോൻ ഇത് വായിച്ചിട്ട് രസങ്ങളും കേട്ടോളൂ കേട്ടോ. വട്ടവളവ് ഇതാണ് മീശോപ്പുലിമല മീശോപ്പുലിമല ആലപ്പുഴ അത്രയും സ്ഥലങ്ങൾ. ഇതെന്താ 110 140 ഇത് ഒരാൾക്കില്ല പൈസ പഠിച്ചോലെ ഞാൻ സുഖമായി കരുതി. ആകെ ഒറ്റ സംഖ്യ അറിയണ പോലെയാണ് 130 റുപ്യ 260 റുപ്യ. ഇത് കിലോമീറ്റർ കണക്കാത്ര കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിക്ക് എവിടുക്കാ പോണ്ടേന്നില്ല തീരുമാനിച്ചു ഇൻഷാ അല്ലാ. നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞോ. ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ കരയിൽ പേമാരി പെയ്തോ. അറിയാതെ ഇഷ്കിന്റെ ബഹറായ പെണ്ണേ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൊച്ചു വിശേഷങ്ങൾ നമ്മൾ ഇതിലങ്ങ് ഉൾപ്പെടുത്തി നിങ്ങൾക്കും കൂടി അങ്ങ് കാണാനല്ല എഴുതിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ നിന്നപ്പോൾ ജസ്റ്റ് 2 ഫോട്ടോ എടുത്തപ്പോൾ അതും കൂടി ഇതിലങ്ങ് ആഡ് ചെയ്താൽ കേട്ടോ. ഞങ്ങളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ.